സ്വാഭിമാന ദിനം ആഘോഷമാക്കി സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ദേശീയ പതാക ഉയർത്തി. മറ്റ് ജില്ലകളിൽ നടന്ന ആഘോഷത്തിന് മന്ത്രിമാർ നേതൃത്വം നൽകി. രാവിലെ 9 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ദേശീയ പതാക ഉയർത്തിയതോടുകൂടി സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമായി. ഭാരതീയ കരസേന, വ്യോമസേന, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസ്, മലബാർ സ്പെഷ്യൽ പോലീസ്, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ തുടങ്ങി വിവിധ വകുപ്പുകളുടെ പരേഡിൽ ഗവർണർ സല്യൂട്ട് സ്വീകരിച്ചു. NSS, സ്റ്റുഡൻസ് കേഡർ പോലീസ് എന്നീ വിഭാഗങ്ങളുടെ പരേഡിന് അഭിവാദ്യം നൽകി. ആദ്യമായാണ് നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികൾ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകുന്നത്. പത്മ പുരസ്കാരം ലഭിച്ച വ്യക്തികളെ റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ ഗവർണർ അഭിനന്ദിച്ചു. Yesterday, Government of India has declared Padma Awards. I congratulate all the Padma awardees in the country, but I am more happy that our people in the state, our leaders who have contributed to different aspects and to many more extent to the culture and the literature of the country also, they have been honored with these Padma Awards. ദക്ഷിണ മേഖല റെയിൽവേ ആസ്ഥാനത്ത് നടന്ന ആഘോഷത്തിൽ ദക്ഷിണ മേഖല ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രശേഖർ പതാക ഉയർത്തി. മറ്റു ജില്ലകളിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് മന്ത്രിമാർ നേതൃത്വം നൽകി. കൊല്ലത്ത് നടന്ന പരിപാടിക്ക് മന്ത്രി ഗണേഷ് കുമാർ നേതൃത്വം നൽകി. മന്ത്രി പി രാജീവ് കൊച്ചിയിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പതാക ഉയർത്തി. മന്ത്രി PK മുഹമ്മദ് റിയാസാണ് കോഴിക്കോട് നടന്ന ആഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിലെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ പതാക ഉയർത്തിയത്. റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.